ഹൈ ഫ്രണ്ട്സ്, കോഴിക്കോടൻ റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നത് നമ്മുടെ വണ്ടിൻ്റെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ നമ്മളെ ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക, ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാലും എല്ലാ കാര്യം എല്ലാവർക്കും അറിയില്ലല്ലോ. അതുപോലെ നമ്മളെ ഈ കാര്യം അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെടും. അതായത് വേറെ ഒന്നുമില്ല, നമ്മളെ വണ്ടിൻ്റെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു വേസ്റ്റ് വേണം കേട്ടോ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മാക്സിമം നല്ലോണം പൊടി കൂടി കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവാൻ സാധ്യത ഏറ്റവും കൂടുതലുണ്ട്. കാരണം ഇവിടെ കണ്ടില്ല നിങ്ങൾ പൊടി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടതൊരു വേസ്റ്റ്. അതുപോലെ രണ്ട് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുക. ഇത് നമ്മൾ സാധാരണ മാനുവലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന മതി, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ആദ്യം കാണിച്ചത്. ഇന്ന് രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ഈ എയർ പമ്പ് വേണം. അല്ലെങ്കിൽ നമ്മൾ പമ്പ് പോയിട്ടോ വാട്ടർ സർവീസ് ചെയ്യുന്നിടത്തോ അവിടെ പോയാൽ ഒരു 20-30 രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരോടൊന്ന് ഈ പൊടി തട്ടിത്തരണം എന്ന് പറഞ്ഞാൽ അവർ വളരെ വൃത്തിയായി കിട്ടി. അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ. നമ്മൾ കൈകൊണ്ട് കട്ടി കഴിഞ്ഞാലും അതൊരു പരിധിയുണ്ട്. പിന്നെ നമുക്ക് മൈലേജിന് ഏറ്റവും ഒരു നിർണായകമായിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട് എയർ ഫിൽട്ടർ. വെറുതെ ചുമ്മാ ഉള്ള ഒരു സാധനമല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതെങ്ങനെ ഊരുക, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണാം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മളത് 3 ക്ലിപ്പാണ് ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങൾക്കൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇതുപോലത്തെ. പക്ഷേ BS2 അങ്ങനത്തേനൊക്കെ ഉള്ളത് ഇവിടെ നടുവിൽ തിരിക്കുന്നതാണ്. അത് തിരിച്ചിട്ട് ഈ മൂടി എടുക്കാൻ വേണ്ടത്. ഇതിന് ക്ലിപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ക്ലിപ്പ് ഓൺ ചെയ്തു, ഇതും ഇങ്ങനെ തുറക്കുക, ഇതും 3 ക്ലിപ്പ്. ഇതോടെ നമ്മളെ ഇത് തുറക്കേണ്ട ഒരു പൊസിഷനിലേക്ക് എത്തി. ഇവിടെ ലോക്ക് നമ്മൾ ഒഴിവായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഈ ലോക്ക് വരുന്നത്. അതിനുശേഷം ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ കാണല്ലോ, അതാ പൊടിയുണ്ട്. ഞാൻ മാക്സിമം പൊടി കൂടി കൊണ്ടുപോയിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. ഇത് പൊടിയുണ്ട്. അതുപോലെ ഇതും നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്തിട്ട് ഇതാണ് നമ്മളെ പൊടിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ നനച്ച് തുടച്ച് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതല്ല, ഇതും നനച്ച് തുടച്ചാലൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ ഉൾവശം നനച്ച് തുടക്കുക. പക്ഷെ ഉണങ്ങിയിട്ട് മാത്രം നിങ്ങൾ ഇതിലേക്ക് കയറ്റുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലാണ് ഈ പൊടി ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് വന്നിട്ട് നമ്മൾ സാധാരണ ചുമരമ്പല് തട്ടുക. അല്ലെങ്കിൽ കൈ കണ്ടില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, മണ്ണൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ പൊടി വരുന്നത് നിങ്ങൾ ഏകദേശം കാണുന്നുണ്ടാവും. ഞാൻ മാക്സിമം പൊടി കൂടിയാണ് ഓടിയത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ കൈ കൂട്ടി ഇങ്ങനെ തമ്മിലടിക്കുക. ഈ എയർ ഫിൽട്ടറും ഇതുകൂടി നമ്മൾ കയ്യിലേക്ക് കൂട്ടി അടിക്കുക. പിന്നെ രണ്ടാമതുള്ള കാര്യം കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മൾ മാക്സിമം പൊടി തട്ടിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ ഇനിയും പൊടി ഉണ്ടാവും. നമ്മൾ കാണാത്തത് നമ്മൾ എത്ര തട്ടിക്കഴിഞ്ഞാലും ഉണ്ടാവും. അത് നമ്മൾ ഒരു പമ്പിൽ പോയാലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലോണം തട്ടി കൊടുക്കുക കേട്ടോ. നല്ലോണം തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചുമരമ്പലൊക്കെ തട്ടിട്ടൊക്കെ ഇത് വല്ലാതെ അങ്ങോട്ട് അമർത്തി നിൽക്കിയത്. ഇപ്പം കണ്ടല്ലോ എൻ്റെ കൈ ഏകദേശം ഈ പൊടികളുണ്ടാവും കണ്ടോ. ഈ കൈയിൻ്റെ മാറ്റം, ഇത്രയും പൊടികൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ തട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്നാലും ഇനി പൊടി ഉണ്ടാവും. മാക്സിമം ഇങ്ങനെ നല്ലോണം തട്ടുക. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് വരിക. വണ്ടീൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നമ്മളെ വേസ്റ്റ് ഇവിടെ ഉണ്ട്. അതോടെ ഈ സൈഡ് ഭാഗങ്ങളും ഇതൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് തുടയ്ക്കുക പറഞ്ഞാൽ നല്ലോണം വൃത്തിയായിട്ട് തുടയ്ക്കണം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞു, നനച്ച് തുടയ്ക്കണമെങ്കിൽ നനച്ച് തുടയ്ക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഉണങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ സൈഡിലൊക്കെ തുടയ്ക്കുക. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോക്ക് വേണ്ടിയായതുകൊണ്ട് വളരെ വല്ലാതെ വൃത്തിയാക്കുന്നില്ല. വേഗം ഇതുപോലെ ഇതിൻ്റെ ഉൾവശം വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഇത് കൊണ്ടുപോയിട്ട് ഇവിടെയൊക്കെ പൊടി ഉണ്ടാവും. നല്ലവണ്ണം തുടയ്ക്കുക. പിന്നീട് നമ്മൾ ഈ സൈഡൊക്കെ എല്ലാ ഭാഗവും കേട്ടോ, നമുക്ക് പൊടികൾ എവിടെയൊക്കെ കാണുന്നതൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കുക. ഇത് നനയ്ക്കിയത് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ. നനച്ച് തുടയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധനം ഒരിക്കലും നനച്ച് തുടയ്ക്കിയത്. അതിനുശേഷം നമ്മൾ ഇടേണ്ടത് ഈ ഹോൾസ് അകത്തേക്ക് ചെല്ലണം. അപ്പോൾ ഈ സാധനം അതിൻ്റെ തൊമ്പത്തും വേണം. അതോടെ നമ്മൾ എന്ത് ചെയ്യും, ഇതെടുത്തിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ. ഇത് മറിച്ച് വെച്ചാൽ സിറ്റിങ് റെഡി ആവില്ല. ഇങ്ങനെ കറക്റ്റ് കുടുങ്ങിയാൽ തന്നെ ഉള്ളൂ ഇത് അകത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് നമ്മൾ ഈ വശത്തേക്ക് ഇട്ട് കഴിഞ്ഞാലൊന്നും നമുക്കിത് കുടുങ്ങൂല എന്ന് ഉദ്ദേശിച്ച് ഇവിടെ ക്ലിപ്പിൽ കറക്റ്റായിട്ട് നിൽക്കൂല നമ്മളിവിടെ അടയ്ക്കുമ്പോൾ.
പിന്നെ ചിലത് കുടുങ്ങുന്നതുണ്ട്. എന്നിരുന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുക, നമ്മൾ ഈ ഓൾസ് ഭാഗം നമ്മൾ ഉള്ളോട്ട് അവിടെയുള്ള അതിലേക്ക് കളക്ട് ചെയ്യാനാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മളെ എയറിൻ്റെത് വരുന്നത്. ഇതുപോലെ നേരെ അങ്ങ് കയറ്റി വെക്കുക. കയറ്റി വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഇതാ നമ്മളെ ക്ലിപ്പുകൾ നല്ലോണം ടൈറ്റാക്കി അങ്ങോട്ട് ഇടുക. നമ്മളിത് ഇത് റെഡി അല്ലെങ്കിൽ ക്ലിപ്പ് കുടുങ്ങൂല കേട്ടോ. അത് ഒന്ന് എല്ലാവരും ഓർക്കുക. നല്ല ടൈറ്റ് ഉണ്ട് ഇത്. ടൈറ്റ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ നമ്മൾ പമ്പ് പോയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് നമ്മൾ പമ്പ് പോയി ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോൻ്റെ സെക്ഷനായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു. ഒരാളി ഞാൻ പഠിച്ച കെട്ടിയാ. ആ, ഒരു കണ്ടു പൊടി